ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. പരമാത്മാവ് ഉണ്ടായതല്ല, ഉള്ളതാണ്. അതിൻ്റെ രൂപാന്തരമാണ് ഈ ജഗത് പദാർത്ഥങ്ങളെല്ലാം തന്നെ. ഇവയെല്ലാം ഉണ്ടായതാണ്. ഉണ്ടായതിനാണ് പരിണാമങ്ങളുള്ളത്. ഉണ്ടായത് ജീർണാവസ്ഥയെ പ്രാപിക്കുന്നു. അവസാനം അത് സൂക്ഷ്മത്തിലേക്ക് തന്നെ ലയം പ്രാപിക്കുന്നു. അതാണ് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും സ്വഭാവം. അതിനാൽ ഉള്ളതാണാത്മാവ്, ഉണ്ടായതു മിഥ്യ. ഉള്ളതാണാത്മാവ്, ഉണ്ടായതു മിഥ്യ. ആത്മാവനാത്മാ വിവേകമിജ്ഞാനം. കൈവിടൂ ഉണ്ടായവയിലുള്ളീ ശ്രദ്ധ. ഉണ്മയെ തന്നെ ഭരിച്ചിടു നിത്യം. എത്ര വലിയ ഒരു പരമസത്യമാണ് നമുക്കിതിലൂടെ വെളിവാക്കിത്തരുന്നത്. ഉള്ളതാണാത്മാവ്, സ്ഥായിയായി എന്നും നിലനിൽക്കുന്നതെന്തോ അതിനുള്ള പേരാണ് ആത്മാവ് എന്ന്. ഉള്ളതാണാത്മാവ്, ഉണ്ടായതു മിഥ്യ. ഉണ്ടായത് മിഥ്യ. മിഥ്യ എന്നാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം. പരിണാമത്തിന് വിധേയമായവയ്ക്കാണ് മിഥ്യ എന്ന് പറയുന്നത്. ഉണ്ടാവുക, നിലനിൽക്കുക, പിന്നീട് നശിക്കുക, ഇതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. ഉണ്മ എന്നാൽ എന്നും പ്രതിക്ഷയങ്ങളില്ലാതെ ഒരേപോലെ നിലനിൽക്കുന്നതിനെയാണ് ഉണ്മ. ഈശ്വരൻ, ഭഗവാൻ, ബ്രഹ്മം, പരബ്രഹ്മം എന്നിങ്ങനെ പല പേരുകളിൽ പറയപ്പെടുന്നത്. അത് തന്നെ അതിൽ നിന്ന് ഉണ്ടായവയാണ് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ഈ മൂന്നും ഉണ്ടായതാണ്. അത് കുറേ കാലം നിലനിൽക്കും. പിന്നീട് അത് വന്നതിലേക്ക് ലയം പ്രാപിക്കുന്നു. ഒരു മനുഷ്യൻ ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. അത് അല്പകാലം മാത്രം. എന്നാൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ കാലം അനവധി കാലമുണ്ട്. കാലത്തെ സൃഷ്ടിക്കുന്നതും അതിൽ നിന്ന് തന്നെയാണ്. ഈ സർവത്തിനും രൂപാന്തരം വരുത്തുന്നതിന് കാരണക്കാർ ഈ ത്രിമൂർത്തികൾ തന്നെയാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ തന്നെയാണ്. അതിനാൽ അതിനെ നാം ഉള്ളത് എന്ന ഗണത്തിൽപ്പെടുത്തുന്നു. ഉള്ളതാണാത്മാവ്, ഉണ്ടായതു മിഥ്യ. ആത്മാവനാത്മാ വിവേകവിജ്ഞാനം. ആത്മാവ് അനാത്മാവ് എന്ന ജ്ഞാനം ഇതാണ്. ഉള്ളത് ആത്മാവ്, ഉണ്ടായത് മിഥ്യ. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ അറിവാണ് അനാത്മ വിദ്യ. ഉണ്ടായതോ മിഥ്യ, ഉള്ളതാണാത്മാവ്, ആത്മാവനാത്മാ വിവേകമിജ്ഞാനം. കൈവിടൂ ഉണ്ടായവയിലുള്ളീ ശ്രദ്ധ. അതുകൊണ്ട് എന്താ പറയുന്നത്? കൈവിടൂ ഉണ്ടായവയിലുള്ള ഈ ശ്രദ്ധ. അതുകൊണ്ട് നമ്മൾ ഉണ്ടായ ഈ വസ്തുക്കളിൽ അഭയം പ്രാപിക്കാതിരിക്കൂ, ഇതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കൂ. ഇതിനെ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. കൈവിടൂ ഉണ്ടായവയിലുള്ള ഈ ശ്രദ്ധ. ഉണ്ടായവയിൽ ഉള്ള ഈ ശ്രദ്ധയെ കൈവിടൂ. ഉണ്മയെ തന്നെ ഭജിച്ചിടു നിത്യം. ഉണ്മയെ എന്നും ഭജിക്കൂ. അപ്പോൾ നമ്മളും ഉണ്മയായിത്തീരും. നാം ആ ഉണ്മയാണ് വാസ്തവത്തിൽ. പക്ഷേ നമ്മൾ ഈ മിഥ്യയോട് സമ്പർക്കം പുലർത്തിയതിനാൽ നമ്മളും മിഥ്യയായിത്തീർന്നു. ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ, ജനന മരണങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ നിത്യമായ ആ പരമാത്മാവിനോട് നാം
ഐക്യം പ്രാപിക്കുക തന്നെ വേണം. അതാണ് പറയുന്നത്, കൈവിടൂ ഉണ്ടായവയിലുള്ള ഈ ശ്രദ്ധ, ഉണ്ടായവയിൽ ഉള്ള ഈ മമതയും ഈ ശ്രദ്ധയും കൈവിടൂ, ഉണ്മയെ തന്നെ ഭജിച്ചിടു നിത്യം. ആ ഉണ്മയെ തന്നെ നിത്യം ഭജിക്കൂ എന്നാണ് അനുഭവസ്ഥരായ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിനെ ഒന്ന് അനുസരിച്ച് നോക്കൂ. ആ ഉണ്മ എന്തെന്ന് നമുക്ക് ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയപ്പെടാൻ പറ്റുകയില്ല. അതിന് നാം ആ അറിയുന്ന ആളുകൾ പറയുന്ന വാക്കുകളിൽ വിശ്വാസം വരണം. അവിടെയാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്താണ് എന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ കഴിയാത്തതാണ്. ഇതിനെല്ലാം ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയപ്പെടാൻ പറ്റാത്തതാണ്. അതിനാൽ അതിനെ നാം വിശ്വാസത്തിലൂടെയാണ്, വിശ്വാസമാകുന്ന കോണിയിൽ കൂടെയാണ് നാം അതിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് വിശ്വാസം കൂടിയേ കഴിയൂ. അതിനാൽ ഉള്ളതാണാത്മാവ്, ഉണ്ടായതോ മിഥ്യ, ആത്മാവനാത്മാവിവേകമിജ്ഞാനം. കൈവിടൂ ഉണ്ടായവയിലുള്ള ഈ ശ്രദ്ധ, ഉണ്മയെ തന്നെ ഭജിച്ചിടു നിത്യം. ഹരേ കൃഷ്ണ.